വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് ബ്ലോഗാണെന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, ബോറടിച്ചിരിക്കുമ്പോൾ ബുക്കൊക്കെ വായിക്കാറുണ്ട് എപ്പോഴെങ്കിലും കേട്ടോ. വലിയ വായനക്കാരിയൊന്നുമല്ല, എപ്പോഴെങ്കിലുമൊക്കെ വായിക്കും. ഇടയ്ക്കിടയ്ക്ക് അക്ഷരമൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണല്ലോ. പിന്നെ ഈ പുസ്തകം നല്ലതാട്ടോ, വായിക്കാത്തവരൊക്കെ വായിക്കുക, അടിപൊളിയാണ്. അപ്പോഴത്തേക്ക് പിന്നെ മോനെ വിളിക്കാനായി സ്കൂളിൽ നിന്ന്. അപ്പോൾ ഞാനൊന്ന് ലിഫ്റ്റിക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, വെറുതെ അങ്ങനെ മേക്കപ്പൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണാടി മുന്നിലേക്ക് വന്നു. ഫുള്ളും സ്പ്രേ ഒക്കെ അത് ഏട്ടൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മൾ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് പോയാലോ. 4 മണിയാകുമ്പോൾ സ്കൂൾ വിടും, 3:40 സ്കൂൾ വിടും. പിന്നെ ഇപ്പം ഞാൻ 4 മണിയാകുമ്പോഴാണ് പോകുന്നത്. സ്കൂൾ വിട്ട് അവൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല. അപ്പം പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോറൊക്കെ അടച്ച് പുറത്തേക്ക് ഇറങ്ങി. ചെടികളൊക്കെ വെയിലായ കാരണം ഫുള്ള് ഉണങ്ങിപ്പോയി. ഇപ്പം ഞാൻ വിചാരിച്ചു കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കൃഷി ഐറ്റംസ്, വിത്ത് ഐറ്റംസൊക്കെ വാങ്ങണം. ചെടിയെല്ലാം പോയി, ചെടിപ്രാന്തായിരുന്നു, അതൊക്കെ പോയി. ഇനി നമുക്ക് കുറച്ച് വിത്തൊക്കെ വാങ്ങി വെക്കാം, പച്ചക്കറിയിലേക്ക് തരികയെന്ന് വിചാരിച്ചു. എന്നും വിചാരിക്കും വാങ്ങണം പക്ഷെ നടക്കുന്നില്ല. എന്നാലും നമുക്ക് സ്കൂളിലേക്ക് പോകാം. നല്ല വെയിലുണ്ട്. ഇപ്പോൾ നമ്മളെ മണിക്കുട്ടി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകാം. സ്കൂളിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് സ്കൂളിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് ബാക്കി അങ്ങനെ 2 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. ഒന്നെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്, ഞാൻ തന്നെയാണ് ഇപ്പോൾ വൈകുന്നേരം അവിടെ കൂട്ടൽ. എന്നിട്ട് വന്ന് അവർക്കപ്പം ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ പുതിയൊരു ഷോപ്പാട്ടോ. അപ്പം ഇത് നമ്മളെ അടുത്ത് തന്നെ ഒരു കരിക്കിൻ ജ്യൂസ് കട തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തണുപ്പ് കുറച്ചിട്ടുള്ള 2-3 കരിക്കിൻ ജ്യൂസ് വാങ്ങി ഞങ്ങൾ 3 ആളും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കി തരുന്നത്, ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല, അപ്പോൾ തന്നെ അടിച്ച് തരിക ചെയ്യുക. ഞാൻ പറഞ്ഞു ചെറിയ തണുപ്പിൽ മതി മക്കൾക്കല്ലേ. അപ്പം ഇനി തണുപ്പ് പിടിച്ചിട്ട് ഇനി നാളെ സ്കൂളിൽ പോയിരിക്കണ്ട, എക്സാമൊക്കെ അല്ലേ. തണുപ്പ് കുറച്ചിട്ടുള്ള ജ്യൂസ് 3 പറഞ്ഞു. ഇളനിയാട്ടോ പറഞ്ഞത്, കരിക്കിൻ ജ്യൂസാണ് പറഞ്ഞത്. ഇളനീന്ന് ചിലർക്ക് അറിയത്തുണ്ടാവില്ല. അത്തക്കേക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്ക് റോഡിലേക്ക് വയനാട്ടിൽ നിൽക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ റോഡ്. ഇനിയിപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു വരണം, മോനെ ട്യൂഷനാക്കണം. ഏത് സ്ഥലത്ത് തന്നെയാണ്. ജ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടെ ജ്യൂസൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ മോനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ട്, കൊള്ളാമെന്ന് ചോദിക്കുമ്പോൾ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് മോന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവനോട് നിൽക്കുക, പിള്ളേരോടൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. ട്യൂഷന് കൊണ്ടുവന്ന് വെച്ചപ്പോൾ പോകാം 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നൊക്കെ ഡയലോഗ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കയറി വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോയി തിരിച്ച് റെഡിയായി ഇതാ ട്യൂഷന് പോവാണ്. പിന്നെ നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഹസം പിടിച്ചൊരു വഴിയാണ്. സൂക്ഷിച്ചും കണ്ട് ഓട്ടിച്ചില്ലെങ്കിൽ അപ്പുറത്ത് ആ കുഴി കിടക്കും, അല്ലെങ്കിൽ വയലിൽ കിടക്കും. കുറച്ച് വെള്ളമുണ്ട്, ശകലം ഇച്ചിരി സ്ഥലം മാത്രം. ബാക്കി പിന്നെ മെയിൻ റോഡ് കയറിയാൽ കുഴപ്പമില്ല. ഒരു വീട് ഞെട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ ആ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ മോനെ ട്യൂഷനാക്കേണ്ട അവിടെ എത്തി. ഇതാണ് നമ്മളെ ട്യൂഷൻ സെൻറ്റർ. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇവിടെ മാഷ് പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ അച്ഛനെയും പാപ്പനെയും ഒക്കെ പഠിപ്പിച്ച മാഷാണ് ഷാജി മാഷ്. ഗുരുകുല എന്നാണ് ട്യൂഷൻ സെൻ്ററിൻ്റെ പേര്. കുട്ടികളൊന്നും വന്നിട്ടില്ല, ഞങ്ങളിന്ന് കുറച്ച് നേരത്തെയാണ്. അപ്പോൾ അവൻ പറഞ്ഞാലും അങ്ങനെ കുറച്ച് നേരത്തെ വിളിക്കണം. ഇതാ വീട്ടിൽ തന്നെ കേട്ടോ. അവർക്ക് വേറെ ട്യൂട്ടോറിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും ഇല്ല വീട്ടിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ 10ാം ക്ലാസ്സൊക്കെ എക്സാമൊക്കെ അല്ലേ, അപ്പോൾ വിപുലീകരിക്കുന്നുണ്ട് ട്യൂഷൻ സെൻറ്റർ. നല്ല ക്ലാസ്സൊക്കെ കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോവാം. ഷാജിമാഷ് അടിപൊളിയായിട്ട് പഠിപ്പിക്കും. പിന്നെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട്, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ മാനിപുരം ജംഗ്ഷൻ. എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മളെ വീഡിയോയിൽ നമ്മളെ നാടൊക്കെ ഒന്ന് കാണിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പാലത്തിലേക്ക് അടുക്കുകയാണ് ഗൈസ്. പാലത്തിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതും കാണാത്തവർ പോയി കാണുക. അപ്പം ഞാൻ വലിച്ചു നിർത്തുന്നില്ല, ഇതൊന്നും പറയാനില്ല, നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമൊക്കെ തന്നെയാണ്. പിന്നെ ഒരുപാട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് മാനിപുരം ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്കറിയാമല്ലോ എപ്പോഴും നമ്മൾ പോകുന്നൊരു സ്ഥലം തന്നെയാണ് ഈ പാലത്തിലൂടെയുള്ള യാത്ര. കൊടുവള്ളിക്ക് പോകണമെങ്കിലും ഓമശ്ശേരിക്ക് പോകണമെങ്കിലും ഇത് കടന്നേ പോകാൻ പറ്റുള്ളൂ. പിന്നെ വേറെ വഴിയൊക്കെ ഉണ്ടാവും, ഇതാണ് മെയിൻ റോഡ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറാനുള്ള റോഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ, കോളിക്കടവ് ജംഗ്ഷൻ. ഈ പേര് കേൾക്കാത്തവർക്ക് അത്ഭുതമൊക്കെ തോന്നും, പക്ഷേ ഇത് എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. ഇവിടുന്ന് കയറിയിട്ടുണ്ട്. ഒരു കയറ്റമാണ് കേട്ടോ, നല്ല കയറ്റം കയറണം. ഇവിടെ കുറച്ച് കുഴപ്പമില്ല, മുകളിലോട്ട് പോകുമ്പോൾ കുറച്ച് കയറ്റമുണ്ട്. ഹോണടിച്ച് പോകണം കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കയറുന്ന കയറ്റാണിത്. അങ്ങനെ കയറി പോകണം, ഒറ്റയടിക്ക് കയറി പോകണം, ഇല്ലെങ്കിൽ ഇവിടെ കുന്നു പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ. നമ്മൾ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. പുറത്തൊന്നും ആരെയും കാണാനില്ല. 6 മണി ആയിട്ടുണ്ട്. 6 മണി ആയാലും നല്ല വെളിച്ചമുണ്ട്.
അവിടെയെങ്കിലും ആരെയും കണ്ടില്ല. അപ്പം ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ അത് അമ്മ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. ഞാൻ വെറുതെ വീഡിയോ എടുത്താണെന്ന് പറഞ്ഞു. അപ്പോഴത്തെ പിന്നെ അമ്മ എന്നും വൈകുന്നേരം എന്തെങ്കിലും ഒരു പുഴുക്കുണ്ടാക്കലുണ്ട്. ചേമ്പോ കപ്പയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടാവും. അത് മസ്റ്റാണ് ഞങ്ങൾക്ക്, എപ്പോഴും ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അമ്മ ചായയും ചമ്മന്തിയും കപ്പയും ഒക്കെ ചേമ്പൊക്കെ മിക്സഡായിട്ട് പുഴുങ്ങിയൊക്കെ എടുത്ത് വെച്ച്. പിന്നെ അതിൻ്റെ ഇടത്ത് വിളക്ക് കൂടെ അമ്മ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ അതുകൂടെ കാണിച്ചാണ്. നല്ല രസമല്ലേ, വെളിച്ചമുണ്ടല്ലേ നല്ല. 6 മണിയായിട്ടും ഇരുട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു. കഴിച്ച വീഡിയോ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഇരുട്ടി 7 മണിയായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഇരുട്ടി എപ്പോഴത്തെ 7 മണിയായപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഈ റോഡ് ഭയങ്കര റിസ്ക് പിടിച്ച റോഡല്ലേ ഞങ്ങളുടെ റോഡ്, കട്ട് റോഡാണ്. അപ്പോൾ ഞങ്ങളതാ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ അവൻ്റെ കുറേ സാധനങ്ങൾ വീട്ടിലുണ്ടായിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ബോളൊക്കെ അവൻ്റെ പാപ്പ കൊണ്ടുവന്നതാണ്. അപ്പോൾ ചെരുപ്പും ബോളൊക്കെ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്.